നാഗഞ്ചേരി മന. ഇരിങ്ങോൾക്കാവിന് സമീപമാണ് ദേവസ്വം ബോർഡിന് വിട്ടു നൽകിയ നാഗഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രശസ്തമായ നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നായിരുന്നു നാഗഞ്ചേരി മന. 18 ദേശങ്ങളുടെ അധികാരവും 9 ക്ഷേത്രങ്ങളുടെ ഊരാൺമയും ഉണ്ടായിരുന്ന മന കൂടിയായിരുന്നു. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇരിങ്ങോൾക്കാവ്. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഈ കാവ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ സമ്മാനിച്ച 4000 ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലെയുള്ള രത്നശേഖരവും ഉണ്ടായിരുന്ന മനയ്ക്ക് 800 കിലോയ്ക്ക് മുകളിലുള്ള സ്വർണശേഖരവും ഉണ്ടായിരുന്നു. കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും കഴിഞ്ഞാൽ 1.25 ലക്ഷം പറ നെല്ലാണ് ഇല്ലമുറ്റത്ത് പണ്ട് ശേഖരിച്ചിരുന്നത്. 1980 തുച്ഛമായ തുകയ്ക്ക് നാഗഞ്ചേരി മന പെരുമ്പാവൂർ നഗരസഭയ്ക്ക് വാസുദേവൻ കൈമാറിയത്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി കൃഷിഭൂമി കർഷകർക്ക് വിതരണം ചെയ്തപ്പോൾ മനക്കാരുടെ ഭൂമിയുടെ സിംഹഭാഗവും നഷ്ടപ്പെട്ടു. ഇരിങ്ങോൾക്കാവും അതിനു ചുറ്റുമുള്ള 35 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലായി. ഇരിങ്ങോൾക്കാവ് ക്ഷേത്രവും 60 ഏക്കറോളം വരുന്ന വനഭൂമിയും ക്ഷേത്രത്തിലെ ആനയും തിരുവാഭരണങ്ങളും അടക്കം സൗജന്യമായാണ് കൈമാറിയത്. 1960കളുടെ മധ്യത്തിൽ വരെ ഭൂവുടമകളായിരുന്നു കുടുംബം. 14 ക്ഷേത്രങ്ങളുടെ ഊരാൺമയും 8 മനകളുടെ ഉടമസ്ഥാവകാശവും ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമം വരുന്ന സമയം വരെ കേരളത്തിൽ 37,000 ഏക്കർ ഭൂമി മനയ്ക്ക് സ്വന്തമായിരുന്നു. പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ്, കൊമ്പനാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം, ഐമുറി ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളും, ആലുവയിൽ വിടാക്കുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ചന്ദ്രവള്ളിക്കാവ് ഇരവിച്ചിറ ശിവക്ഷേത്രം, നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തൊടുപുഴയിൽ കരിമണ്ണൂർ നരസിംഹസ്വാമി ക്ഷേത്രം, പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രവും, തിരുവനന്തപുരത്ത് പഴുതക്കാട് മഹാഗണപതി ക്ഷേത്രം തുടങ്ങി നിരവധിയായ ക്ഷേത്രങ്ങളുടെ ഉടമകളായിരുന്നു നാടുവാഴികൾ. ഒപ്പം 18ഓളം ദേശങ്ങളുടെ ഉടമസ്ഥരും നാടുവാഴികളുമായിരുന്നു. തൊടുപുഴയിൽ പന്നിയൂർ, കരിമണ്ണൂർ, തട്ടക്കുഴ, ചീനിക്കുഴി, ഉടമ്പന്നൂർ, പുറപ്പുഴ എന്നിവിടങ്ങളിലായി 5000ഓളം ഏക്കർ ഭൂമി, തിരുവനന്തപുരത്ത് വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് തൈക്കാട്, ഐരാണിമുട്ടം, വട്ടത്തുവിളാകം, വഞ്ചിയൂർ, വിളവൻകോട്, നെയ്യാറ്റിൻകര, ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി, തോവാള, അഗസ്തീശ്വരം എന്നിവിടങ്ങളിലായി 5000ഓളം ഏക്കർ ഭൂമി, കൂടാതെ കൊച്ചിയിലും തിരുവിതാംകൂറിലുമായി ഏക്കർ കണക്കിന് ഭൂമിയും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ പുതിയ സെക്രട്ടേറിയറ്റും EMS പ്രതിമയും ഒരു കാലത്ത് മനയുടെ ഉടമസ്ഥതയിലായിരുന്നു. നിലവിൽ നാഗഞ്ചേരി മന പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാർക്കായി നാഗഞ്ചേരി മന സംരക്ഷിക്കപ്പെടുന്നു. ആളുകൾക്ക് അവിടെ സന്ദർശിക്കാനും ഒഴിവു സമയം ചെലവഴിക്കാനും കഴിയും.